ഹലോ ഗൈസ്, വെൽക്കം ടു techNpets. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു DIY വീഡിയോ ആണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടെറേറിയം വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പോവാണ്. ടെറേറിയം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് ചെടികളും മണ്ണും കല്ലും ഒക്കെ ഉപയോഗിച്ച് അലങ്കരിക്കുന്ന ഒരു അലങ്കാര വസ്തുവാണ്. അപ്പോൾ ടെറേറിയം എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാൻ നിങ്ങൾ വീഡിയോ കണ്ടിട്ട്. നമ്മുടെ ഈ ടെറേറിയം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഇതുപോലത്തെ ഒരു ബൾബാണ്. ഇതുപോലത്തെ ബൾബ് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന LED ലൈറ്റ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബൾബിൻ്റെ അകത്തെ കമ്പോണൻസ് എല്ലാം മാറ്റിയെടുക്കണം. അതായത് നമുക്ക് ആ ബൾബിൻ്റെ മുകൾ ഭാഗത്തെ ഫ്രെയിം മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ ആ ബൾബിൻ്റെ അകത്തെ കമ്പോണൻസ് എല്ലാം മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി വൈറ്റ് ആക്കിയായിരുന്നു, കാരണം ബ്ലാക്ക് വെച്ചാൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ വൈറ്റ് ആക്കി. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുകളിലത്തെ ഈ ഒരു ഭാഗം തന്നെ ഇളകി താഴെ വീണായിരുന്നു. ഞാൻ അകത്തെ കമ്പോണൻസ് മാറ്റാൻ നോക്കിയപ്പോൾ സംഭവിച്ചതാണ്. പക്ഷെ അതേതായാലും നന്നായി. ഞാൻ ഏതായാലും അതും മാറ്റിയെടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ തന്നെ അത് ഇളകി പോന്നു. ഇനിയിപ്പോൾ നമുക്ക് ആ ബൾബിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് വേണ്ടത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ കുറച്ച് മെറ്റൽ കല്ലുകൾ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് പായലാണ്. ഈ പായൽ നിങ്ങളുടെ എല്ലാവരും തന്നെ വീട്ടിൽ കാണും. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ പായലൊക്കെ വീടിൻ്റെ പല സ്ഥലങ്ങളിലും അവൈലബിൾ ആയിട്ട് കിട്ടും. നന്നായിട്ട് മഴയും വെയിലും അടിക്കുന്ന ഭിത്തികളിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പായൽ ഒരുപാട് കാണും. പിന്നെ നമുക്ക് കുറച്ച് മണൽ ആവശ്യമുണ്ട്. ഈ മണൽ ഞാൻ ബീച്ചിൽ നിന്ന് എടുത്ത മണലാണ്. ഇതില്ലെങ്കിൽ കുറച്ച് മണ്ണ് നന്നായിട്ട് കഴുകിയെടുത്താലും മതി, നമുക്ക് മണലായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ചെടിയും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുമിച്ചൊന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് കുറച്ച് തീപ്പെട്ടിക്കൊള്ളി ആവശ്യമുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ തീപ്പെട്ടിക്കൊള്ളികൾ 1 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് ആ കാർഡ്ബോർഡ് വെച്ച് ഒട്ടിക്കണം. നമ്മളിപ്പോൾ ആ തീപ്പെട്ടിക്കൊള്ളികൾ കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനത്തെ 6 പീസ് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ആ തീപ്പെട്ടിക്കൊള്ളികൾ കട്ട് ചെയ്തെടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കാണുന്ന വീടുണ്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിതുപോലത്തെ 6 പീസ് ആവശ്യമുണ്ടെന്ന്. 4 വീടിൻ്റെ ഭിത്തിയായിട്ടും 2 വീടിൻ്റെ റൂഫ് ടോപ്പായിട്ടും വെക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒട്ടിച്ചിട്ട് ഒരു വീടുണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ആ പീസൊക്കെ ഉപയോഗിച്ചൊരു വീടുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കിതൊരു വീടിനേക്കാളും കൂടുതൽ ഒരു കോഴിക്കൂടിൻ്റെ ഷേപ്പായിട്ടാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ റൂഫ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. താഴ്വശം ഞാൻ ആ കളർ തന്നെ കൊടുത്തേക്കാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. റൂഫിന് ഞാനിപ്പോൾ ഒരു റെഡ് കളറാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബൾബിൻ്റെ അകത്ത് വെക്കാനുള്ള വീട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളിതൊന്ന് ക്ലോസപ്പിൽ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ വീടും മറ്റു സാധനങ്ങളും ഒക്കെ ബൾബിൻ്റെ അകത്ത് വെക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ടേബിൾ അറേഞ്ച് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ വീടും സാധനങ്ങളും എല്ലാം ബൾബിൻ്റെ ഉള്ളിലാക്കണം. അതിനുവേണ്ടി നേരത്തെ എടുത്ത പോലെ ഞാൻ ബൾബ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ കാണുന്ന കല്ലെല്ലാം ഇടണം. ഫസ്റ്റ് ലെയർ കല്ല്, സെക്കൻഡ് ലെയർ മണൽ, ഏറ്റവും മുകളിലായിട്ട് പായൽ. ആ ഒരു രീതി വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ. ഇനിയിപ്പോൾ നമുക്ക് ഈ മണലിനെയൊക്കെ ഒന്ന് നിരപ്പാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത പായൽ ആ ബൾബിൻ്റെ അകത്ത് കയറുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് വെക്കണം. നമ്മളിതുപോലെ ഒരു ഫോർസെപ്സ് ഉപയോഗിച്ച് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു വീടെടുത്ത് നമുക്ക് ആ ബൾബിൻ്റെ അകത്തേക്ക് വെക്കാം. ഈ വീട് അതിനകത്തേക്ക് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ അതിനകത്ത് വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് മിച്ചമുള്ള കല്ലും അതുപോലെ ചെടിയും കൂടെ വെച്ചാൽ മതി. ഇപ്പം ഞാൻ കല്ല് അതിനകത്തേക്ക് വെക്കുവാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ചെടി ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. ഇതിന് പകരം ഇതുപോലത്തെ ഒരു ഇലയൊന്നും ഇല്ലാത്ത ഒരു കമ്പ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞ ഒരു ചെടിയുടെ കമ്പാണ്. ആ കമ്പ് നമ്മൾ വെറുതെ അതിനകത്തേക്ക് വെച്ചാൽ പോരാ, നമ്മൾ അതിനകത്തൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് വേണം ഇറക്കി വെക്കാൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അതിനകത്ത് ഹോൾ ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഫോർസെപ്സിനെ തന്നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഹോൾ ഇടുന്നത്. അതിനുശേഷം ആ കമ്പ് എടുത്തിട്ട് ആ ഹോളിലേക്ക് ഇറക്കി വെക്കണം. അതോടുകൂടി തന്നെ നമ്മുടെ ഈ ടെറേറിയത്തിൻ്റെ വർക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആകും.
അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ ടെറേറിയത്തിൻ്റെ വർക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്. നേരത്തെ ഇളകിപ്പോയ മേൽഭാഗം കൂടെ ഇതിലോട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കണം. ഇത് വെറുതെ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ലുക്ക് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഞാനൊരു ചാക്കുനൂറും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് ആ ചാക്കുനൂറ് ഫുള്ള് ചുറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ ടെറേറിയത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും.